ശശി തരൂരിന്റെ ലേഖനം, അഭിമുഖം, പ്രസ്താവന അങ്ങനെ കോൺഗ്രസിന് പിന്നാലെ തലവേദനയായിരുന്നല്ലോ. അതിൽ അഭിമുഖത്തിന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് മലക്കം മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് തന്റെ പ്രസ്താവന ഇന്ത്യൻ എക്സ്പ്രസ് വളച്ചൊടിച്ചു കൊടുത്തു എന്നാണ് പുതിയ പ്രസ്താവന. സത്യം എന്തുട്ടാണെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശശി തരൂര് സമം അതൃപ്തി എന്നാണ് പൊതുവെ ഉള്ളൊരു മൂഡ്. അപ്പോൾ കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തരൂരിന്റെ മനസ്സിലെന്ത്. കോൺഗ്രസിന്റെ സമാധാനം പുതിയതായിട്ട് പോയത് ശശി തരൂരിന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊരു പ്രസ്താവനയെ കുറിച്ചിട്ടല്ലേ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിക്കണ പോലെയായിരുന്നു ശശി തരൂരിന്റെ പ്രസ്താവന ആ ലേഖനത്തിലുള്ളത്. ഈ വാർത്ത കൂടി കണ്ടതോടെ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ആകെ ടെൻഷനായി. പിന്നെ അല്ലാണ്ട് ഇവിടെ നല്ലൊരു നേതൃത്വം ഇല്ല, ഈ പോക്കാണ് പോണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നൊക്കെയാണ് വാർത്തയിലുള്ളത്. അങ്ങനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ വാലുമ തീ പിടിച്ച പോലെ ഓടില്ലേ. ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ശശി തരൂറിന്. അന്നത്തെ സുധാകരൻജിയുടെ ഉപദേശത്തിന്റെ എഫക്റ്റ് ആണോ അതോ പത്രം തെറ്റായ പ്രസ്താവന കൊടുത്തോണ്ടുള്ള ആത്മരോഷത്തിൽ നിന്നാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തില് നമ്മുടെ ശശി തരൂര് വേറൊരു പോസ്റ്റും കൂടി ഇട്ടു. കേരളത്തിൽ നേതൃത്വ പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ പറയേ, അസംഭവ്യം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ആ വാർത്തയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ അഭിമുഖത്തിൽ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എനിക്ക് കുറെ കഴിവുണ്ട്, അതൊന്നും ഈ പാർട്ടി ഉപയോഗപ്പെടുത്തണില്ല, അവർ മനസ്സിലാക്കണില്ല. അവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങനെ തന്നെയല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് പാർട്ടിയുടെ സൈഡിൽ നിന്ന് അവഗണന നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മൂപ്പർക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് സാരം. ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്ന ശശി തരൂരിനെ വന്നുടനെ പുള്ളി വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി UN സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു, പരാജയപ്പെട്ട് വന്ന ഉടൻ നമ്മളിവിടെ MP ആക്കി. പക്ഷെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇതുവരെ പരിഗണിച്ചില്ലല്ലോ. നിങ്ങൾ 2 തവണയും അധികാരത്തിൽ വന്നില്ല, എന്നാലും അടുത്ത തവണ വരികയാണെങ്കിലോ ഇപ്പോഴേ മുഖ്യമന്ത്രി കസേര സേഫ് ആക്കി വെക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഇവിടെ പല ഏജൻസികളും നടത്തിയ സർവേയില് കോൺഗ്രസിലെ ജനകീയനായ നേതാവ് ശശി തരൂരാണെന്നും മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ മൂപ്പരാണെന്നാണല്ലോ പൊതുവെയുള്ളൊരു ടോക്ക്. നമ്മള് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണ്ടില്ലയോ, പല ഏജൻസികളും സർവേകളും ഒക്കെ ഓരോ പാർട്ടിയെ ഇന്ത്യയെ ജയിപ്പിച്ചത്. ആ സർവേകളുടെ റിസൾട്ടുകളൊക്കെ വല്ല കാര്യമുണ്ടോ? പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. നിങ്ങൾക്കൊക്കെ പുച്ഛാണെങ്കിലും ഒന്നപ്പുറത്തെ പാർട്ടിയിലേക്ക് ഒന്ന് നോക്കിയേ, ശശി തരൂരിന്റെ കണ്ണിലുണ്ണീനെ പോലെയാണ് കൊണ്ടുനടക്കുന്നത്. പ്രഗത്ഭനായ പാർലമെന്റേറിയനാണ്. പലപ്പോഴും പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ ശശി തരൂരിനെ പോലെയുള്ളവരെ കോൺഗ്രസ് പ്രയോജനപ്പെടുത്തുന്നില്ല. ആണല്ലേ? ആ കഴിവ് വെച്ച് ശശി തരൂര് മുഖ്യമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കും? ശശി തരൂരിന്റെ ആ ആഗ്രഹം എങ്ങനെയുണ്ട്? ആരാഗ്രഹിക്കാത്ത കോൺഗ്രസിന്റെ ഇതാഗ്രഹിക്കാത്ത ഒരു ഡസൺ ആളുകൾക്ക് മുഖ്യമന്ത്രി ആകേണ്ട ഇവിടെ ശശി തരൂരിനെ മാത്രം കുറ്റം പറഞ്ഞ എന്തിനാ? മുഖ്യമന്ത്രിക്കാരൊക്കെ അവിടെ വെക്കട്ടെ, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള തരൂർജിയുടെ ആഗ്രഹമെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒന്നും മൈൻഡ് ആക്കേണ്ടതായിരുന്നില്ലേ? അല്ലാതെ പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. ഇത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല, ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം. പക്ഷെ നിങ്ങളിൽ പലർക്കും ഇല്ലാത്ത കഴിവ് മൂപ്പർക്കില്ലേ? പുള്ളിയുടെ ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറഞ്ഞത്. വിവരം, വിദ്യാഭ്യാസം, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഒക്കെ വേറെ ലെവലാണെന്ന് അറിയാലോ അല്ലേ? ഇന്ത്യയിൽ ഇന്റലക്ച്വൽസ് ഇല്ലയോ? നമ്മൾ ഓർത്ത് നോക്കണം. നമുക്ക് ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് അടുത്ത് നമ്മുടെ സോമനാഥ് മലയാളി അല്ലയോ? എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ. ഇപ്പം നരേന്ദ്രമോദിക്ക് നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ കൊച്ചാക്കി പറയല്ല, അദ്ദേഹത്തെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമില്ല, ഗ്രാസ് റൂട്ടിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്. മോദിജിയുടെ പ്രവർത്തന മികവിനെ പൊക്കി പറയണ. എന്നാ പിന്നെ മോദിജിയുടെ ഒരു ഫാൻ ഗേൾ വന്നിട്ട് പുള്ളിക്കാരിനെ കൂടെ സംസാരിക്കാൻ അനുവദിക്കണം കേട്ടാ. ഞാൻ മുമ്പ് പറഞ്ഞത് ഇപ്പൊ തരൂർജി പറയണമെന്നേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞൊന്നും തെറ്റല്ല എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസ് നേതാക്കൾക്ക് തരൂർജിനോട് വലിയ സ്നേഹമൊന്നുമില്ലെങ്കിലും മറ്റുള്ള മുന്നണിയിലെ ആൾക്കാർക്ക് തരൂർജിനോട് എന്തൊരു സ്നേഹമാണല്ലേ. ഇപ്പൊ പത്മജാജിയുടെ കാര്യം തന്നെ നോക്കിയേ, തരൂർജിയുടെ വിഷമം അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടല്ലേ സംസാരിക്കണത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ആൾക്കാരുടെ വിഷമം മനസ്സിലാക്കണം വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ പല KPC മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചാൽ പറയും വിളിച്ചിട്ടില്ല.
അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ പത്മജാജി പറഞ്ഞു വരണത് എന്തുട്ടാ? പക്ഷേ ഇനി ശശി തരൂർ അതിൽ തുടരുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അപമാനിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ ഛർദ്ദിച്ചതെല്ലാം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ശശി തരൂർ ഇനി അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോന്നേക്ക്. ബ്രദർ കെ മുരളീധരന് BJP-യിലേക്ക് വരാൻ വേണ്ടി പരവതാനി വിരിച്ചിട്ട പോലെ ശശി തരൂരിന് വേണ്ടിയും പരവതാനി വിരിച്ചിടുന്നു, അങ്ങനെയല്ലേ? ഇപ്പോഴും ഈ മിനിറ്റിലും ഞാൻ പറയണം അദ്ദേഹത്തിന് സ്വാഗതം. കാരണം ഒരേ വേവ് ലെങ്ത്, കാരണം ഞാനൊക്കെ അങ്ങനെ വിഷമിച്ച ഇതെന്ന് പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ അത് എത്ര സത്യമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ, അതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഞാൻ അതേ പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശശി തരൂരും പത്മജാജിയും ഒരേ വേവ് ലെങ്ത് ആണെന്നാണ് പത്മജാജി എന്നെ പറയണത്. അതെങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ കോൺഗ്രസിലുള്ള പലരും പല വേവ് ലെങ്ത് ആണെന്നുള്ളതാണ് സത്യം. ഒരേ വേവ് ലെങ്ത് ഉള്ളത് ആരാണെന്നും അവരൊരേ ടീം ആവോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പറയാൻ പോണത് CPI-യുടെയും CPIM-ന്റെയും 2 തരത്തിലുള്ള വേവ് ലെങ്തിനെ കുറിച്ചാണ്. LDF-നകത്തെ പോലൊരു ഐക്യം വേറൊരിടത്തും കാണാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ കണ്ടു പഠിച്ചോട്ടെ എന്നാണ് നമ്മുടെ കോമ്രേഡ്സ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ ഇടയായിട്ട് സമയം തീരെ ശരിയല്ല എന്ന് തോന്നുന്നു. എപ്പോഴും CPI-ക്കും CPM-നും 2 അഭിപ്രായം. നമ്മുടെ മുമ്പിൽ ഭാവിയെപ്പറ്റി പറയുമ്പോഴെങ്കിലും ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി അത് വേകാൻ പാടില്ല എന്നാണ് CPI-യുടെ കാഴ്ചപ്പാട്. അയ്യേ മറ്റു മുന്നണിയിലൊന്നും ഐക്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആദ്യം സ്വന്തം മുന്നണിയിൽ ഐക്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് ബിനോയ് വിശ്വൻ സഖാവ് പറയണത്. പ്രവർത്തന മണ്ഡലത്തിൽ നല്ല യോജിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. അതെ, ആ അഭിപ്രായ വ്യത്യാസം മതി. ഇനിയെങ്കിലും യോജിച്ച് മുന്നോട്ട് കൊണ്ടാലേ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും. പറഞ്ഞേക്കാം. ബിനോയ് സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണെന്ന്. അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPI-ന്റെ വ്യക്തമായിട്ടുള്ള നയമാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താതെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കയറൂല്ലേ? അങ്ങനെ വരട്ടെ. മോദിജി ഫാൻസ് ആണ് അപ്പൊ പ്രശ്നം. അല്ല, നമ്മൾ ഫാസിസത്തിന്റെ കാര്യം പറയായിരുന്നേ. ഇവിടുത്തെ ഭരണകൂടം ഫാസിസ്റ്റ് ആണെന്ന് നമ്മുടെ CPM നേതാക്കൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടാ. ഇത്രയും തങ്കപ്പെട്ട ഭരണാധിപനെയും ഭരണകൂടത്തിനെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കേ നടക്കില്ലട്ടെ മക്കളെ. മോദി സർക്കാർ എന്ന് പറയുന്നതിനെ നയിക്കുന്നത് RSS ആണ്. അത് കൽപ്പിക്കാത്ത ഒന്നുമില്ല സർക്കാരിന്. RSS എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് ഫാസിസ്റ്റ് ആണ്. കണ്ട ഇതാണ് പ്രശ്നം. നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPM നേതാക്കൾ അതെങ്ങനെ അംഗീകരിച്ചു തരും? ഈ കഷ്ണായ മുണ്ടിനെ ഓർത്തിണക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കീറുമല്ലോ. ഫാസിസം മാത്രമല്ലല്ലോ, ബ്രൂവറി, കിഫ്ബി ടോള്, ആശാ വർക്കേഴ്സ്, അങ്ങനെ CPM എന്ത് നിലപാടെടുക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ CPI എടുക്കുന്ന നിലപാട്. ഇതാണ് ഞങ്ങളുടെ ബാലൻ സഖാവിന് തീരെ ഇഷ്ടപ്പെടാത്തത്. സ്വന്തമായിട്ട് നിലപാടെടുക്കാനും അത് പൊതുമധ്യത്തിൽ വിളിച്ചു പറയാനും എവിടെന്നാ നിങ്ങൾക്ക് ഇത്ര ധൈര്യം കിട്ടിയത്? ഇതൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ പറ്റില്ല കേട്ടോ. പരിഹരിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളില്ലാതെ ഒരാഗ്രഹ പ്രകടനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. രണ്ടാളും 2 ദിക്കിലേക്കാണ് സഞ്ചരിക്കുന്നത് നല്ല ബോധ്യം ഉണ്ടല്ലേ? എന്നിട്ടാണ് കോൺഗ്രസിന്റെ ഐക്യത്തിനെ പറ്റി പറയുമ്പോൾ ഒരു ലോഡ് പുച്ഛം വാരി വിതരണത്. തത്വനിഷ്ഠമായ ഒരു പുനരുദ്ധീകരണം, അതാണ് CPI നയം. അത് വരുമ്പോൾ അത് പിടിച്ചു കുലുക്കിയാൽ വരില്ല. അതൊരു പ്രക്രിയയാണ്. സംവാദങ്ങൾ വേണ്ടി വരും, ചർച്ച വേണ്ടി വരും. CPI-CPIM മെർജ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അന്നേരം ആലോചിക്കുക. ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. CPI ആയിട്ട് ഒരു ബന്ധത്തിന് CPM-ന് താല്പര്യമില്ല. അയ്യോ, ഇലക്ഷന് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട, അതല്ലാണ്ടുള്ള അവരുടെ തീരുമാനങ്ങളുടെ കാര്യം പറഞ്ഞത്. ഒരഭിപ്രായവും പറയാത്ത, എല്ലാത്തിനും മിണ്ടാതെ ഉരിയാടാതെ കേട്ട് നിൽക്കുന്ന, എന്തെങ്കിലും വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്ന് നിൽപ്പിന് നിലപാട് മാറ്റുന്ന ഒരു CPI ആയിട്ട് തിരിച്ചായോ? അപ്പം വേണമെങ്കിൽ ലയനത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കാം. അല്ലേ സഖാക്കളെ?